ഇനി അമ്പലത്തിലോട്ട് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഫാമിലി ടെമ്പിളാണ്, അമ്മൻ്റെ ഫാമിലി ടെമ്പിളാണ്. അപ്പോൾ കാലത്ത് പോകാൻ വേണ്ടിയിട്ട് ഉപ്പുമ സേമിയ ഉണ്ടാക്കുക. സേമിയ നല്ലോണം വെള്ളം തിളച്ചു. ഇനി സേമിയ ഞങ്ങൾ അമ്മേൻ്റെ അതായത് ഞങ്ങളുടെ കുടുംബ ടെമ്പിളിലേക്ക് പോവുകയാണ്. ഇന്നൊരു ഫ്രൈഡേ ആണ്, വർക്കിംഗ് ആണ് ഞങ്ങൾ രണ്ടുപേരും. ഐ മീൻ ഏട്ടൻ ലീവാണ്, ഞാൻ വർക്കിംഗ് ആണ്. അപ്പം നമ്മൾ നേരത്തെ 5 മണിക്ക് 4:30 എണീറ്റ് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായി നിൽക്കുകയാണ്. അമ്മ പകുതി വഴിയിൽ അവിടെ നിൽക്കുന്നുണ്ടാവും. അമ്മേനെ പിക്ക് ചെയ്തിട്ട് പോയി പ്രാർത്ഥിച്ച് തിരിച്ച് വരണം. അപ്പോൾ അതൊരു ഈ വീഡിയോയും ഇനി നെക്സ്റ്റ് ഒരു ടെമ്പിളിലും കൂടെ പോകാനുണ്ട്, അയ്യപ്പൻ ടെമ്പിളിൽ. അപ്പം അതും കൂടി ചേർത്തിട്ട് നമ്മളൊരു കുഞ്ഞു വ്ളോഗ് പോലെ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ പറയുക, നമുക്ക് പോണ വഴിയും അമ്മേനെ പിക്ക് ചെയ്യണതും ഞങ്ങളെ ടെമ്പിളും ഒക്കെ കാണിച്ചു. ഇന്ന് ഏതാ ദിവസം? ഇന്ന് 8-9 ജാൻ 9, 2026 ഫ്രൈഡേ. ഓക്കെ. രാവിലെ കുറച്ച് ഉപ്പുമാവ് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഏകദേശം വേഗം തന്നെ ഒരുങ്ങി ഇറങ്ങി. ഇനി വഴിയിൽ നിന്ന് അമ്മേനെ പിക്ക് ചെയ്യണം, ഫുഡ് കൊണ്ടുവന്ന് വിടാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ കാറിൽ ഒരു ഷോർട്ട് റൂട്ടുണ്ട്, അതുവഴി പോയിട്ട് അമ്മേനെയും പിക്ക് ചെയ്തിട്ട് വേണം ടെമ്പിളിൽ പോകാൻ. രാവിലെ പോണ അമ്പലയാത്രകളൊക്കെ എപ്പോഴും നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരിക്കും, പ്രകൃതി ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് തരും. ഈ റൂട്ടും അതിൻ്റെ ഒരു ബ്യൂട്ടി, ഒരു പ്രത്യേകതര എനർജി നമുക്ക് തരും. അപ്പം ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. കുറച്ചുകൂടെ പോയിട്ട് വേണം ഒരു ജംഗ്ഷനിൽ എത്തും, പൊമ്പ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ജംഗ്ഷനിൽ നിന്ന് വേണം അമ്മേനെ കൊണ്ടുവരാൻ. ഞങ്ങളപ്പോൾ അമ്പലത്തിൻ്റെ പരിസരത്തെത്തി. ഏട്ടൻ പോയി കാർ പാർക്ക് ചെയ്യാണ്. ഈ അമ്പലം എന്ന് പറയുന്നത് എൻ്റെ അമ്മ ജനിച്ച ദിവസം തൊട്ടിട്ട് എന്നെ കാണുന്ന ഒരു അമ്പലമാണ്. അതായത് അവരാണ് മക്കളാണ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഭയങ്കര വിശ്വാസവും ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷനും ഉള്ളൊരു അമ്പലമാണ്. വീടിൻ്റെ അമ്മയുടെ തറവാടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലം. അപ്പം ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് കൂടി ഒരു ഊടുവഴിയുണ്ട്, അതുവഴി പോയിട്ട് കുറച്ചൊരു ഇറക്കത്തിലാണ് ടെമ്പിൾ ഉള്ളത്. എൻ്റെ കുട്ടിക്കാലത്തെ ഒരുപാട് നല്ല ഓർമ്മകൾ, അമ്മമ്മയുടെ കൂടെയുള്ള ഓർമ്മകളൊക്കെ നിൽക്കുന്ന ഒരു അമ്പലമാണിത്. ഞങ്ങൾ ഈ അമ്പലമുറ്റത്ത് വന്നിരിക്കാറും കളിക്കാറും മാങ്ങ പെറുക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങോട്ട് വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അമ്മച്ചനും
മാമനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മാമൻ വിളക്കൊക്കെ കൊളുത്തി പൂജയൊക്കെ ചെയ്യുന്ന ആളാണ്. അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കണത് ഇപ്പം മാമനാണ്. ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിലാണ് ഇപ്പൊ വിളക്ക് കൊളുത്തി പൂജിക്കാറുള്ളത്. അപ്പൊ ഞങ്ങൾ വരുന്നത് വിചാരിച്ചിട്ട് അമ്മച്ചനും വന്നിട്ടുണ്ടായിരുന്നു, മാമനും വന്നിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ട്. തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ വരുന്ന വഴിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കോടമഞ്ഞ് പോലത്തെ തണുപ്പാണ്. ഇത് അമ്പലത്തിന്റെ പുറകുവശമാണ്. ഇതിന്റെ സൈഡിലായിട്ടായിരുന്നു നമ്മുടെ തറവാട് ഇപ്പോഴില്ല. കാരണം മാമനാണെങ്കിലും അമ്മച്ചനാണെങ്കിലും താമസം കുറച്ചും കൂടെ റോഡ് സൗകര്യമൊക്കെ ഉള്ള സ്ഥലത്തോട്ട് മാറ്റി. അതുകൊണ്ട് നമ്മൾ ടെമ്പിളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പം. മൊത്തം എവിടെ നിൽക്കണം താമസം? അമ്പലത്തിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ആ കയറ്റം കയറാനായിരുന്നു ഏറ്റവും പാട്. അപ്പം അത് കയറി ഞാനും അമ്മയും അമ്മച്ചനും കൂടി ഇനി അടുത്ത് മാമന്റെ വീട്ടിലോട്ട് പോവാണ്. ഇതാണ് ശ്രീ കുറുമ്പക്കാവ്. ഇത് അമ്പലത്തിൽ നിന്ന് തിരിച്ചു മാമന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയുള്ള ഒരു കാവാണ്. ഇവിടെയാണ് കാരൗഷിപൂരം നടക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തിന്റെ മുന്നത്തെ കൊല്ലം എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് ഇവിടെ പൂരത്തിന് വന്നതാണ്. അതിനുശേഷം ഇപ്പോഴാണോ വരുന്നത് കാവില്. ആ കേറ, വണ്ടി തിരിക്കട്ടെ. എന്താ ഞങ്ങളിതാ അവിടുന്ന് പോരുന്നല്ലോ. ഇല്ല, കണ്ണാകുശി അമ്പലത്തിന്റെ അവിടെ, കണ്ണാകുശി അമ്പലത്തിന്റെ അവിടെ ഈ പോയോ? നമുക്ക് പണിയുണ്ടോ? നല്ല തണുപ്പ്.
നല്ല തണുപ്പാണേ. അമ്മച്ചേക്കടെ പോണ ഏയ് അതന്നെ മാമ. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയാണ് മാമന്റെ വീടുള്ളത്. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് അവിടെ അമ്മായി ഉണ്ട്. അപ്പം അമ്മായിനെ കണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അമ്മ തിരിച്ച് വർക്കിന് പോവും. ഞാനും തിരിച്ച് അതിന് ശേഷം വർക്കിന് വരും. അപ്പം മാമന്റെ വീടും കൂടെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. വരുന്ന വഴിയാണ് കരിമ്പുഴയിലെ കൈത്തറി ഗ്രാമം, നെയ്ത്ത് ഗ്രാമം. അപ്പം ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ട്രഡീഷണൽ. അപ്പം അതിന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സെറ്റുമുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറി. ഒരുപാട് നല്ല കളക്ഷൻസ് കാണാൻ പറ്റി. സെറ്റുമുണ്ട് എനിക്ക് ബ്ലാക്ക് പ്ലെയിൻ ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ കുഴപ്പമില്ലാണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ഒന്ന് എടുത്തു. ഏട്ടനും ഷർട്ട് എടുക്കണമായിരുന്നു, അതും എടുത്തു. മറ്റേ ഈ ബ്ലാക്കില് കസവുള്ള ഏകദേശം ഒരു സാരിയുടെ മാച്ച് ചെയ്യുന്ന കസവുള്ള ഒരു മുണ്ടൂടെ ഇട്ടിട്ടുണ്ട് ഡബിൾ കൊടുത്തിട്ട് നമ്മൾ ഇത് ഫിക്സ് ചെയ്തു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇത് രണ്ടും ഫിക്സ് ചെയ്തു. ഇത് ഏട്ടൻ്റെ മുണ്ട്, ആ ഗോൾഡും കൂടെ ഉള്ളത് എൻ്റെ സാരി. വേറൊരു ദിവസം, വേറൊരു ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണ്. സൺഡേ ആണ് ദിവസം. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്തൊരു ഗോവിന്ദപുരം പാർത്ഥസാരഥി ടെമ്പിൾ ഉണ്ട്. അപ്പം അവിടെ ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. ഗുരുവായൂർ പോകാനുള്ളൊരു സൗകര്യം ആൻഡ് നമ്മുടെ ട്രാവൽ റെസ്ട്രിക്ഷൻസും ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ പാർത്ഥസാരഥി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ റെഡി ആയതാണ്. ഭയങ്കര പ്ലസന്റ് ഒരു മോർണിംഗ് ആണ്. ഭയങ്കര പീസ്ഫുൾ ഒരു യാത്രയായിരുന്നു. ടെമ്പിളിൽ പോണ വിഷ്വൽസും കൂടി ഈ വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിൽക്കുന്ന ആ ലൊക്കേഷൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്പലം അത്യാവശ്യം ക്രൗഡഡ് ആണ്. ഞങ്ങൾ അങ്ങനെ വഴിപാടുകളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അവിടെ പായസ വഴിപാട് ഒക്കെ കുറച്ച് ഫേമസ് ആണ്. അപ്പൊ അതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. ചെറുതായിട്ട് ഉള്ള പുഷ്പാഞ്ജലി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി വന്നപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പ്. ഇവിടെ ഒരു നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നല്ലൊരു മസാല ദോശയോ എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ കഴിക്കണം. സൗണ്ട് ഉണ്ടല്ലേ നന്നായിട്ട്? ഇല്ല, പറഞ്ഞോ. ഓട്ടോറിക്ഷ പറഞ്ഞോ. അങ്ങനെ അമ്പലത്തിലോട്ട് പോയി. എന്ത് പ്രശ്നം പറഞ്ഞാൽ ഞാൻ ചെന്നൈയിലോട്ട് പോകണം. വല്ലാത്തൊരു പ്രശ്നമാണ്. ഇത് വന്നിട്ട് 7 മാസം മന്താണ്, 7th മന്താണ്. കൂടെ ഇരിക്കണം പറഞ്ഞ് വിചാരിച്ചപ്പോഴാണ് ഇപ്പോൾ ചെന്നൈയിലോട്ട് വരണം പറഞ്ഞത്. ആവശ്യമില്ലാണ്ടാണ്
കമ്പനിയൊക്കെ മാറിയത്. അപ്പം I'm on a diet. So I'm eating chapati. സന്തോഷമായിട്ട് കഴിക്കുക. സന്തോഷം തന്നെയാണ്, എക്സ്പ്രഷൻസ് ഇല്ലാതെയാണ്. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ഇതിൻ്റെ ഒരു പാർട്ടും കൂടി വരാനുണ്ട്. നമ്മൾ നെക്സ്റ്റ് ടെമ്പിളിലോട്ടുള്ള വിസിറ്റ്, അതായത് നമ്മുടെ ലാസ്റ്റ് ടെമ്പിൾ വിസിറ്റ് അയ്യപ്പൻകാവിലേക്കാണ്. അപ്പം അടുത്ത വീഡിയോ അതായിരിക്കും. ഓക്കെ, ബൈ ബൈ.